എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മധുലാൽ കൊയിലാണ്ടി. കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി സ്വദേശിയാണ്. കൊയിലാണ്ടി എന്ന് പറയുന്ന പോലെ തന്നെ എൻ്റെ പോരേൻ്റെ അടുത്ത് കുറച്ച് പോയാൽ പൂക്കാട് എന്ന് പറയുന്ന വളരെ മനോഹരമായൊരു സ്ഥലമുണ്ട്. പൂക്കാട് തന്നെ അതിലേറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളൊരു സ്ഥാപനമുണ്ട്, പൂക്കാട് കലാലയം. പൂക്കാട് കലാലയത്തിന് അതിലേറെ ശ്രദ്ധേയനായിട്ടുള്ളൊരു പ്രിൻസിപ്പാളുണ്ട്, ശിവദാസേട്ടൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ശിവേട്ടൻ. വാദ്യകലാകാരനാണ് ശിവേട്ടൻ. ശിവേട്ടൻ നല്ലൊരു കലാകാരനാണ്, നല്ലൊരു തമാശ ആസ്വാദകനാണ്, നല്ലോണം തമാശ പറയുകയും ചെയ്താണ്. അപ്പോൾ ശിവേട്ടൻ്റെ ഒന്ന് രണ്ട് തമാശകൾ ഒന്നിങ്ങനെ വലിച്ചു നീട്ടിയിട്ടൊക്കെ ഞാനിവിടെ പറയാൻ ശ്രമിക്കുകയാണ്. ശിവേട്ടൻ്റെ പോരേൻ്റെ തൊട്ടപ്പുറത്ത് കല്യാണം. അപ്പോൾ ശിവേട്ടനുണ്ട്, പിന്നെ 3 ആൾക്കാരുണ്ട്. ഇവർ 3 ആളും അവിടുത്തെ പ്രശസ്തരായ പൈസക്കാരാണ്. ഇവരുടെ വീട്ടിലെ വില പിടിച്ച നായ്ക്കളെക്കുറിച്ചുള്ള ചർച്ചയാണ്. എൻ്റെ പുരയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജർമ്മൻ ഷെപ്പേർഡാണ്. ഞാൻ വിളിക്കാൻ മാത്രമേ മൂപ്പരെന്തേലും വന്ന് തിന്നുള്ളൂ. അപ്പോൾ മറ്റേ ആൾ എൻ്റേത് ഏതാണെന്നറിയാം, എനിക്ക് റോട്ട് വീലറാ, സിംഹത്തിന് വരെ കടിച്ചു കൊല്ലാൻ കരുത്തുള്ള സാധനം. 3-ാമത്തെ ആൾ എൻ്റേത് ഏതാണെന്നറിയോ, വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ നീന്താൻ കരുത്തുള്ള സാധനം ലാബർ ഡോഗ്. ശിവേട്ടൻ എന്തെങ്കിലും മാറിയെന്ന് കേൾക്കുക. പെട്ടെന്ന് ഇവർക്ക് തോന്നി ശിവേട്ടൻ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ലല്ലോ. അപ്പം അല്ല ശിവേട്ടാ, നിങ്ങൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറ. ഇപ്പം ശിവേട്ടെ, നായ്ക്കളെ ചർച്ചയിൽ ഞാനെന്ത് പറയാനാ? ഇത് കേട്ടാരോ കൂട്ടത്തിൽ ഒരാൾക്ക് കത്തി. അയാൾ പറഞ്ഞേ, അല്ല എന്നാലല്ല നിങ്ങൾക്ക് പങ്കെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും ഒരു അഭിപ്രായം പറ. ഉടൻ തന്നെ ശിവേട്ടെ, പോറ്റുന്ന നായ്ക്കൾ നല്ലതായിക്കണമെന്ന്. എങ്ങനെയുണ്ട്? പെട്ടെന്ന് കൊടുത്ത മറുപടിയാണ്. ഇത് കേട്ടേം വൈകി ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ആൾ വടക്കോട്ടും മറ്റേ തെക്കോട്ടും മറ്റവനങ്ങോട്ടാ പോയെന്ന് കണ്ടിട്ടില്ല. അപ്പോൾ ശിവേട്ടൻ തിരിഞ്ഞിനെ താനേ പറയാം, ഈറ്റ നായ്ക്കളൊന്നും ഇന്ത്യ പോലെയില്ല. ശിവേട്ടൻ ഇങ്ങനെ കോമഡി പറയുന്ന ആളാണ്. അപ്പോൾ ശിവേട്ടൻ്റെ അമ്മ, പൊതുവെ നാട്ടിൻ പുറത്തൊക്കെ നമുക്കറിയാം എന്തെന്നാ, അധികം പ്രായമായി കഴിഞ്ഞാൽ ആളുകൾ വളഞ്ഞു പോകും, നടു അങ്ങ് വളഞ്ഞു പോകും, പിന്നെ നീരൂല, പക്ഷേ ആരോഗ്യം ഉണ്ടാവും, വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഒരു ദിവസം ശിവേട്ടൻ്റെ വീട്ടിൽ അതിഥികൾ വന്നു. അപ്പോൾ അമ്മേനെ കാണുന്നില്ല. അമ്മേ, ആ അമ്മ. അപ്പോൾ ദൂരെ ഇവിടേക്ക് ആൾ വന്നിക്ക്, ഇങ്ങളോട് പോയാൽ ഇങ്ങോട്ട് വരി. അപ്പോൾ മൂപ്പി ഈ പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. പൈസ ആൾക്കാർ എവിടെയും പോയിട്ട് വീട്ടിലേക്ക് മടങ്ങി വരുന്ന വഴിക്ക് ഓലമടൽ, വിറകിൻ്റെ കൊള്ളി, കൊതുമ്പിൽ ഇതൊക്കെ കണ്ടാൽ പതുക്കെ എടുത്തുകൊണ്ട് കത്തിക്കാലോ. അപ്പം പതുക്കെ വരുന്ന വഴിക്കുണ്ട് ചെള്ള് അറുത്തിട്ടിട്ടുള്ള ഒരു ഓല തുച്ച്. ഓല മുഴുവനില്ല, ഓലേൻ്റെ തുച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടേമ്പോൾ 30 ഇറങ്ങുന്നത് പൊതുവെ പറഞ്ഞിട്ടാണല്ലോ. നേരെ വയ്യിൽ ഇങ്ങനെ പിടിച്ച് നടന്ന് വന്ന് മുറ്റത്ത് കയറി നിന്നത് നല്ല ചോന്ന ഉറുമ്പിൻ്റെ കൂട്ടത്തിലാണ്. എവിടെ നിന്ന് വന്ന് പെട്ടെന്നൊന്നും അറിയില്ല, ചോന്ന ഉറുമ്പിൻ്റെ കൂട്ടത്തിൽ വന്ന് പെട്ടിട്ട് ഇങ്ങനെ നിൽക്കുക. ഇത് വയ്യ പിടിക്കുകയും ചെയ്തിക്ക്. എറുമ്പ് കടിച്ചപ്പം 36 ഇങ്ങനെ കളിക്കുക. അപ്പം ശിവേട്ടെ വിരുന്ന് വന്ന ആൾക്കാർ നോക്ക് നല്ല മയക്കാരുണ്ട് തോന്നിട്ടോ, എൻ്റെ അമ്മ അതാ പീലി വിടർത്തി നൃത്തമാടുന്നാന്ന്. അപ്പോൾ ശിവേട്ടൻ്റെ ഭാര്യയ്ക്ക് ഒരു ദിവസം, അതായത് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് പുതിയ ബ്ലൗസ് അടുപ്പിക്കണം. ആർക്ക്? ശിവേട്ടൻ്റെ ഭാര്യയ്ക്ക്. അപ്പോൾ പൂക്കാട് നിൽക്കുന്ന പഴയ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ പഴയ ഒരു കെട്ടിടം, താഴെ നിരപ്പീടിയ മരത്തിൻ്റെ കോണിയാണ്. അത് കയറിപ്പോകുമ്പോൾ നമുക്ക് കേൾക്കാം, ഇങ്ങനെ കയറിപ്പോകുന്നു ഇറങ്ങി വരുന്നു കേൾക്കാം. അപ്പോൾ ശിവേട്ടൻ്റെ തൊക്കിൽ തുണിയൊക്കെ വെച്ചിട്ട് മേലോട്ട് കയറി പോകുമ്പോൾ താഴ്ന്ന് ചന്ദ്രട്ടെ, ശിവേട്ട അടേക്കാ, ഞാൻ പെണ്ണുങ്ങളെ ബ്ലൗസ് അടുപ്പിക്കാൻ കൊടുക്കട്ടോ എൻ്റെ അടുത്ത്. ആയിക്കോട്ടെ. അപ്പം ഇറങ്ങി വരുന്നു. എന്തായി? ഒരാഴ്ച കഴിഞ്ഞ് ശിവേട്ടൻ മേലോട്ട് കയറിപ്പോയി ഇറങ്ങി വരുന്നു. നേരം കാണുന്നില്ല, ഇത് സാധനം അടിച്ച് വാങ്ങി കാണുന്നില്ല. എന്തായി? 2 ദിവസം കൂടിയും കഴിയട്ടെ. 2 ദിവസം കൂടി കഴിഞ്ഞ് ഇതിൻ്റെ ശബ്ദത്തിന് മാറ്റം വന്നു. കയറിപ്പോയി താഴോട്ടിറങ്ങി വന്ന് എന്തായി? അടിച്ചു കിട്ടിയോ? 2 ദിവസം കൂടിയും കഴിയട്ടെ എന്ന്. പിന്നെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുണ്ടൊക്കെ മടക്കി കുത്തി കയ്യൊക്കെ പിന്നെ കയറിപ്പോന്ന് ഇങ്ങനെ കയറിപ്പോയി അതേപോലെ ഇറങ്ങി വരുന്നു. അപ്പോൾ ചന്ദ്രേട്ടൻ തൊക്കിൽ സാധനം കണ്ട് അടിച്ച് കിട്ടിയില്ലേ ശിവേട്ടെ, അടിച്ച് വാങ്ങിന്ന്. അതായത് സംഗതി മൂപ്പര് നല്ല അവിടെ പൊരിഞ്ഞ യുദ്ധം നടന്നിക്ക്, അങ്ങനെ മൂപ്പര് അടിച്ച് വാങ്ങി. കലാലയത്തിൽ, പൂക്കാട് കലാലയത്തിൽ നവരാത്രി തുടങ്ങിയാൽ, അതായത് നവരാത്രി ആരംഭം മുതൽ ഗ്രന്ഥം വെച്ചെടുക്കുന്നവരെ ഗംഭീര പരിപാടിയായിരിക്കും. സംഗീത കച്ചേരി ഉണ്ടാവും, അതുപോലെ എന്തെല്ലാം പരിപാടി, എല്ലാ പരിപാടി. പ്രിൻസിപ്പാളാണ് ആര്? ശിവേട്ടൻ പ്രിൻസിപ്പാളാണല്ലോ. എല്ലാത്തിൻ്റെ ഉത്തരവാദിത്തം മൂപ്പര് തലേനാണ്. മൂപ്പര് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യൂല, ഒരുത്തേൽ ഇങ്ങനെ മാറി നിൽക്കും, ഉഷാറായിട്ട് ഇങ്ങനെ മാറി നിൽക്കുകയുള്ളൂ. പണിയൊക്കെ ഓരോരുത്തർ ചെയ്യും, ഉത്തരവാദിത്തം ഉണ്ട് തലയിൽ. അപ്പോൾ പൂജ നാളെയാണ്. അപ്പോൾ തലേന്ന് പൂജ ചെയ്യുന്ന കർമ്മി വന്നിട്ട്, അല്ല ലിസ്റ്റേ ലിസ്റ്റ് സാധനം കണ്ടാൽ ഉണ്ട്, പിന്നെ മലര്, അവില്, എണ്ണ, എല്ലാ സാധനം ഉണ്ടല്ലോ. അല്ല ഇതിൽ പാളയുടെ മറ്റേ കവുങ്ങിൻ്റെ പാള ഉണ്ടല്ലോ, കവുങ്ങിൻ്റെ പാള എന്നാ മനസ്സിലല്ലേ, കവുങ്ങിൻ്റെ പാളയിൽ കാണുന്നില്ലല്ലോ. പാളയില്ലാണ്ട് എങ്ങനെയാണ് പൂജ നടത്തുന്നത്? നിങ്ങൾ പാളയായിരുന്നു. ശിവേട്ടൻ ഇങ്ങനെ ചാരിക്കുക. പ്രശ്നം എന്ന് വെച്ചാൽ പാള ഇല്ലെങ്കിൽ പൂജ നടക്കില്ല എന്നുള്ള അവസ്ഥയായി. പാള വേണം.
അപ്പോൾ ശിവേട്ടൻ കയറി തൽക്കാലം പ്രിൻസിപ്പാള മതിയോ പ്രിൻസിപ്പാള. കോഴിക്കോട് ജില്ലാ കലോത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ശിവേട്ടനൊന്നും ഒഴിവില്ല. അത്രയും വാദ്യം അന്നെന്ന് വെച്ചാൽ ഇന്നത്തെ മാതിരി നമ്മൾ ഇത് കേസറ്റ് ഇടുക അല്ല എന്താ പറയുക, പിന്നെ പെൻഡ്രൈവ് കൊണ്ടുപോയിട്ടുള്ള പരിപാടിയല്ല. അന്ന് ഓൾറെഡി ലൈവ് സ്റ്റേജിൻ്റെ മുകളിൽ ഭരതനാട്യം കളിക്കുന്ന പറഞ്ഞ് പാട്ടുകാർ പാടുന്നു, പക്കവാദ്യക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ശിവേട്ടൻ തിരക്കാണ്. അപ്പോൾ ഒരു സ്റ്റേജിൽ മൃദംഗം വായിച്ച് കഴിഞ്ഞ് ശിവേട്ടൻ ഇറങ്ങി വിടും. അപ്പോൾ നടുക്കത്തെ സ്റ്റേജിൻ്റെ മുകളിൽ തിരുവാതിരക്കളി, അതിൻ്റെ തൊട്ടപ്പുറത്തെ സ്റ്റേജിൻ്റെ മുകളിൽ മോഹിനിയാട്ടം. അതിന് വായിക്കാനാണ് ഓടിപ്പോയി തിരുവാതിരക്കളി സ്റ്റേജിൻ്റെ നേരെ ബാക്കിലെത്തി. അന്നേരമാണ് ഒരു ഡാൻസ് മാഷ് ഓടി വന്നിട്ട് മാഷേ നിൽക്ക് ശിവേട്ടനാച്ച ഇങ്ങനെ പിടിച്ചേച്ചിക്ക്. ശിവേട്ടൻ ഇങ്ങനെ വേർപിടി അടുത്ത സ്റ്റേജ്. അല്ല ശിവേട്ട തിരുവാതിര കഴിഞ്ഞാൽ എന്താ പുണർദം, അത് കഴിഞ്ഞാൽ തൃക്കേട്ട. അറപ്പിന് മറുപടി, അല്ലാണ്ട് വേറെ രക്ഷയില്ല. നാട്ടിൽ ഒരു മാരാരുണ്ട്, ശിവേട്ട പൂക്കാട് മാരാര് എന്നെല്ലാവരും വിളിക്കുക. ഈ മാരാര് പൊതുവെ തൊഴിലല്ലേ ചെയ്യുക, മൂപ്പര് രാഷ്ട്രീയത്തിലേക്കായിട്ട് ഇറങ്ങി. മറ്റ് അങ്ങനെ ഒരസലുണ്ടാകുമല്ലോ, രാഷ്ട്രീയ ഒരസൽ. കാരണപ്പട്ടം കിട്ടിയ ഒരു ദിവസം രാത്രി അടിച്ചിട്ട് നിലംപരിശാക്കി കളി എന്നൊക്കെ പറയില്ലേ, അടിച്ച് നിലംപരിശാക്കി. പൂക്കാട്ട് അങ്ങാടിയിൽ രാവിലെ തന്നെ ചർച്ച ചെയ്താൽ മാരാരെ അടിച്ച് മാരാർക്ക് കണക്കിന് കിട്ടി, മാരാരെ നിലംപരിശാക്കി. എമ്മാര് കിട്ടലാ കിട്ടി. ശിവേട്ട നിങ്ങൾ ഇവരറിയില്ലേ മാരാർക്ക് അടി കിട്ടി. ശിവേട്ടെ പണ്ടൊക്കെ ചെണ്ടയ്ക്കായിരുന്നു, ഇപ്പം മാരാർക്കാ. മീമാങ്ങാൻ ഇറങ്ങിയതാ പൂക്കാട്. മീമാങ്ങാൻ ബഷീർ വന്നു. ബഷീറേ എന്തെന്നാ മീനുള്ളത്? ശിവേട്ടാ നിങ്ങൾക്ക് വേണ്ട മത്തീൻ്റെ അയിലേണ്ട എല്ലാ സാധനം ഉണ്ട്. ഇനി ഒരു കാര്യം ചെയ്യും, ഇനി ഒരു 50 റുപ്യക്ക് എന്താ അങ്ങോട്ട് പൊതിയും. അയ്യോ എൻ്റെ ശിവേട്ടാ പൊതിഞ്ഞ് തരാൻ ഇലയില്ല, പേപ്പറുമില്ല. അങ്ങോട്ട് കാര്യം ചെയ്യും, നിങ്ങൾ 2 തേക്കിൻ്റെ ഇലയും എടുത്തോളി. ശിവേട്ടനുടൻ തന്നെ എനിക്ക് ഒറ്റയ്ക്കാകില്ല മോനെ, ഒരു ലോറി വിളിക്കേണ്ടി. അതെന്തിനാ ഞാൻ എന്നോട് എന്താ പറഞ്ഞ്? 2 തേക്കിൻ്റെ ഇലക്കല്ലേ, 2 തേക്കിന് എത്ര ഇല ഉണ്ടാകൂടോ? കലോത്സവം തുടങ്ങി, തിരക്കാ. ഒരു ദിവസം ഇത് പിന്നെ ഭജനയ്ക്ക് വയലിനാണ് വായിക്കുക, തബല വായിക്കാൻ ആൾക്കാർ. അപ്പം വയലിൻ വായിക്കേണ്ട ആൾക്ക് എത്താൻ കഴിയില്ല. അന്ന് ഇവൻ എങ്ങനെയോ വിവരം കിട്ടി. ശിവേട്ടനെ കണ്ടേമ്പേക്ക് മാഷേ നമസ്തേ, ഇന്ന് കച്ചേരി. ഉണ്ട് കച്ചേരി അല്ല ഭജനയല്ല, ഭജന. അപ്പോൾ ഈ ഭജനയ്ക്ക് വയലിനിസ്റ്റ് ഇല്ലല്ലോ. ഇല്ല ഞാൻ പോരാ. ഇനി പോരാന്ന് എനിക്ക് മനസ്സിലാക്കി, അതിനെക്കൊണ്ട് ഞാൻ ലാലുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. പെട്ടെന്ന് മൂപ്പര് മറുപടി പെട്ടെന്ന് മറുപടി കൊടുക്കും. അപ്പോൾ ഇത്തരം ചെറിയ തമാശകളാണ് കോഴിക്കോട് പൂക്കാട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ശിവദാസ് ഏട്ടൻ്റെത്. ശിവദാസ് ഏട്ടൻ ഇതുപോലെ ചെറിയ കൗണ്ടറുകൾ പറയാൻ, തമാശ പറയാനും ഒരുപാട് കാലം ഇനിയും ജീവിച്ചിരിക്കട്ടെ എന്ന്, അവരാരോഗ്യത്തോടെ ജീവിച്ചിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെറിയ കൗണ്ടറുകൾ നിങ്ങൾക്ക് സമർപ്പിക്കും. താങ്ക് യു വെരി മച്ച്.